ഷാർജയിൽ പുരോഗമിക്കുന്ന അന്താരാഷ്ട്ര പുസ്തകമേളയിലെ ചില കൗതുക കാഴ്ചകൾ കാണാമെന്ന്. ഷാർജ പുസ്തകമേളയിൽ ഇങ്ങനെയൊരു ഫാർമസി ഉണ്ട്. ഒരു പുസ്തകമേളയിൽ ഫാർമസിക്കും മരുന്നിനൊക്കെ എന്ത് കാര്യം എന്ന് നമുക്ക് തോന്നാം. എന്തായാലും ഇത് പോയട്രി ഫാർമസിയാണ്. കവിതകളെ മരുന്നായിട്ട് ഉപയോഗിക്കാനുള്ള ഒരു സംവിധാനമാണ് ഇവിടെ ഉള്ളത്. പല വിഷമങ്ങൾക്ക്, പല മാനസിക ബുദ്ധിമുട്ടുകൾക്ക് കവിത ഒരു പരിഹാരമാണ് എന്ന് പറഞ്ഞു വെക്കുകയാണ് ഈ ഫാർമസി. നമുക്ക് അകത്ത് ചെന്നാൽ 8 തരം മരുന്നുകൾ അവിടെ നിരത്തി വെച്ചിട്ടുണ്ട്. പ്രാഥമിക ചികിത്സയ്ക്കുള്ളതുണ്ട്, മനസ്സിനെ ശാന്തമാക്കുന്നതിനുള്ളതുണ്ട്, സ്നേഹത്തിനുള്ളതുണ്ട്, സന്തോഷത്തിനുള്ളതുണ്ട്. അങ്ങനെ പലതരം മരുന്നുകളാണ് ഇവിടെ നിരത്തി വെച്ചിട്ടുള്ളത്. നമ്മൾ പണം കൊടുത്താൽ തന്നെ ഈ മരുന്ന് കിട്ടുകയുള്ളൂ. ഈ ചെറിയ മരുന്നിനൊക്കെ 45 ദിർഹവും വലിയ പുസ്തകങ്ങൾക്ക് 65 ദിർഹമാണ് ഇതിൻ്റെ വില. ഈ മരുന്ന് നമ്മൾ ഗുളിക രൂപത്തിലുള്ള തുറന്നു നോക്കിയാൽ നമുക്ക് പലതരത്തിലുള്ള കവിതകൾ അകത്ത് നിന്ന് വായിക്കാൻ കഴിയും. ഇത് മാനസികമായി നമ്മൾ നേരിടുന്ന പല പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമാണ് എന്നാണ് പറയുന്നത്. പല ഗുളിക രൂപത്തിൽ ആണ് ഇത് ഇവിടെ സൂക്ഷിച്ചിട്ടുള്ളത്. ഷാർജ ബുക്ക് അതോറിറ്റി തന്നെയാണ് ഈ ഫാർമസി നടത്തുന്നത്. വളരെ വ്യത്യസ്തമായി കവിതയെ സമീപിക്കുന്ന ഒരു സംവിധാനമാണ് ഈ പോയട്രി ഫാർമസി. ആർക്കെങ്കിലും എന്തെങ്കിലും മാനസികമായ വിഷമങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ, അല്പം ധൈര്യം ആവശ്യമുണ്ട് എങ്കിൽ ഒക്കെ ഇവിടുത്തെ കവിതകൾ ആ ധൈര്യം വീണ്ടെടുക്കുന്നതിനും സന്തോഷം വീണ്ടെടുക്കുന്നതിനും സഹായിക്കുമെന്നാണ് ഈ ഫാർമസിയിലുള്ള നഴ്സുമാരൊക്കെ പറയുന്നത്. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഖുർആൻ പൂർണ്ണമായി എഴുതാൻ ആഗ്രഹിക്കുന്നവർക്ക്, എഴുതി പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു പ്രത്യേക മുസ്ഹഫുമായി എത്തിയിരിക്കുകയാണ് കണ്ണൂരിൽ നിന്നും ഒരു മലയാളി ഷാർജ പുസ്തകോത്സവത്തിൽ. എന്താണ് ഈ ഖുർആൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ, എഴുതാം, മായ്ച്ച് സ്ലേറ്റിലെ പോലെ മായ്ച്ച് വീണ്ടും എഴുതാം എന്നുള്ളതാണ് ഈ ഖുർആൻ്റെ പ്രത്യേകത. എൻ്റെ പേര് തഷ്രീഫ. ഞാൻ കണ്ണൂർ ജില്ലയിൽ നിന്ന് വളപട്ടണത്തിൽ നിന്ന് വരുന്നു. ഇത് ഖുർആൻ റൈത്ത ഖുർആനാണ് പേര്. അതായത് ഖുർആൻ മുഴുവനായി പകർത്തി എഴുതാൻ പറ്റും. അതായത് ഖുർആൻ അറിയുന്നവർക്കും അറിയാത്തവർക്കും ഇത് ഉപകാരപ്പെടും. സ്വന്തമായിട്ട് നമ്മൾ ഖുർആൻ എഴുതുമ്പോൾ അത്രയും തെറ്റുകൾ വരും. ഇതാകുമ്പോൾ തെറ്റ് കൂടാണ്ട് നമുക്ക് ധൈര്യത്തിൽ എഴുതാൻ പറ്റും. ഇത് പഠിക്കുന്ന സ്റ്റുഡൻസിന് പിന്നെ മെമ്മറൈസ് ചെയ്യാൻ കുറച്ചും കൂടി എളുപ്പമാവും. പിന്നെ ടീച്ചേഴ്സ് എല്ലാ ഏജിലുള്ളവർക്കും ഇത് ഉപയോഗിക്കാം. അതായത് അത്രയും സിമ്പിളായിട്ടാണ് നമ്മൾ ഇത് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ പേപ്പറിൻ്റെ പ്രത്യേകത എന്താണ്? ഈ എഴുതി മായ്ക്കാൻ കഴിയുന്നത് എങ്ങനെയാണ്? കുറച്ചും കൂടി തിക്കായ കട്ടിയുള്ള പേപ്പറാണ്. അപ്പോൾ അത് പെട്ടെന്നൊന്നും അതിൻ്റെ ക്വാളിറ്റി നഷ്ടപ്പെടില്ല. റൈസിബിൾ പെന്ന് നമ്മൾ റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ചതാണ്. അത് തെറ്റിപ്പോയാൽ നമുക്ക് ഇതിനെ മായ്ക്കാൻ പറ്റും. 2 വർഷത്തോളം റിസർച്ച് ചെയ്തിട്ടാണ് ഇത് കണ്ടുപിടിച്ചത്. എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഖുർആൻ പൂർണ്ണമായിട്ട് എഴുതണമെന്നും. അപ്പം അങ്ങനെ എഴുതി തുടങ്ങുമ്പോൾ മനസ്സിൽ ഒരാശയം വന്നു. അതായത് ഇപ്പോൾ ഞാൻ എഴുതുമ്പോൾ എനിക്ക് മാത്രമേ ഇതിൻ്റെ ബെനിഫിറ്റ് കിട്ടുള്ളൂ, വേറെ ഒരാൾക്ക് എഴുതാനോ ഒന്നും കഴിയില്ല. അപ്പോൾ അങ്ങനെ ഒരു ചിന്തയിലാണ് ഇത് കണ്ടുപിടിച്ചത്. ഞാൻ ഇത് പ്രിന്റ് ചെയ്യുന്നതും പ്രൊഡ്യൂസ് ചെയ്യുന്നതൊക്കെ എവിടെയാണ്? ഇത് ഡൽഹിയിൽ നിന്ന്. അപ്പോൾ കേരളത്തിൽ നിന്നല്ല, കേരളത്തിൽ സെല്ലിംഗ് ഉണ്ട്. ഇപ്പോൾ വേൾഡ് വൈഡ് പോകുന്നുണ്ട്, ആൾക്കാർ സമീപിക്കുന്നുണ്ട്. പൂർണ്ണമായും ഇന്ത്യയിലാണ് ഈ മുസഫ് നിർമ്മിച്ചിരിക്കുന്നത് എന്നതാണ് മറ്റൊരു പ്രത്യേകത. യാസിർ അറഫാത്തിനൊപ്പം ഷിനോ ഷംസുദ്ദീൻ, മീഡിയ 1 ഷാർജ. ഈ ആഴ്ചയിലെ വീക്കെൻഡ് അറേബ്യ കാഴ്ചകളോട് അവസാനിക്കുകയാണ്. ഇനി അടുത്ത ആഴ്ച കണ്ടുമുട്ടാം.